ഹലോ ഓൾ, പി എസ് സി ടേണിംഗ് പോയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളത്തെ വീഡിയോയിൽ ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടൊരു മോക്ക് ടെസ്റ്റാണ്. LDC മെയിൻസ്, LGS മെയിൻസ്, ഡിഗ്രി ലെവൽ മെയിൻസ് എന്നീ പരീക്ഷകൾക്ക് റാങ്ക് നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് കറണ്ട് അഫയേഴ്സ്. വീഡിയോ എല്ലാവരും പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ടതിന് ശേഷം മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ മോക്ക് ടെസ്റ്റുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ആദ്യ ജയം നേടിയ സ്റ്റേഡിയം? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, മുംബൈ വാങ്കഡെ. വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ആദ്യ ജയം നേടിയ സ്റ്റേഡിയം മുംബൈ വാങ്കഡെയാണ്. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ആദ്യ ജയം നേടിയത്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് ഇവിടെ നോക്കാം. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിലാണ് ഇന്ത്യൻ വനിതാ ടീം ഓസ്ട്രേലിയയെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തിയത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിലാണ് ഇന്ത്യൻ വനിതാ ടീം ഓസ്ട്രേലിയയെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തിയത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ വ്യോമസേന സംസ്ഥാന സർക്കാരിൻ്റെ ഏകോപനത്തോടെ 2023 ഫെബ്രുവരിയിൽ കേരളത്തിൽ നടത്തിയ സൂര്യകിരൺ വ്യോമാഭ്യാസത്തിൻ്റെ വേദി? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, തിരുവനന്തപുരം. ഇന്ത്യൻ വ്യോമസേന സംസ്ഥാന സർക്കാരിൻ്റെ ഏകോപനത്തോടെ 2023 ഫെബ്രുവരിയിൽ കേരളത്തിൽ നടത്തിയ സൂര്യകിരൺ വ്യോമാഭ്യാസത്തിൻ്റെ വേദി തിരുവനന്തപുരമായിരുന്നു. ഇന്ത്യൻ വ്യോമസേന സംസ്ഥാന സർക്കാരിൻ്റെ ഏകോപനത്തോടെ 2023 ഫെബ്രുവരിയിൽ കേരളത്തിൽ നടത്തിയ സൂര്യകിരൺ വ്യോമാഭ്യാസത്തിൻ്റെ വേദി. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം. സൂര്യകിരൺ എയ്റോബാറ്റിക് ടീം ആണ് അഭ്യാസ പ്രകടനം നടത്തിയത്. 2023 മാർച്ചിൽ ഇന്ത്യയും ജപ്പാനും ചേർന്ന് സംഘടിപ്പിച്ച വ്യോമാഭ്യാസമാണ് ഷിൻയു മൈത്രി. സൂര്യകിരൺ എയ്റോബാറ്റിക് ടീമാണ് അഭ്യാസ പ്രകടനം നടത്തിയത്. ഇന്ത്യൻ വ്യോമസേനയും സംസ്ഥാന സർക്കാരിൻ്റെ ഏകോപനത്തോടെ 2023 ഫെബ്രുവരിയിൽ കേരളത്തിൽ നടത്തിയ സൂര്യകിരൺ വ്യോമാഭ്യാസത്തിൻ്റെ വേദി തിരുവനന്തപുരമായിരുന്നു. സൂര്യകിരൺ എയ്റോബാറ്റിക് ടീമാണ് അഭ്യാസ പ്രകടനം നടത്തിയത്. 2023 മാർച്ചിൽ ഇന്ത്യയും ജപ്പാനും ചേർന്ന് സംഘടിപ്പിച്ച വ്യോമാഭ്യാസമായിരുന്നു ഷിൻയു മൈത്രി. 2023 മാർച്ചിൽ ഇന്ത്യയും ജപ്പാനും ചേർന്ന് സംഘടിപ്പിച്ച വ്യോമാഭ്യാസമായിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാള സാഹിത്യകാരൻ? ഉത്തരം ഓപ്ഷൻ എ ആണ്, EV രാമകൃഷ്ണൻ. EV രാമകൃഷ്ണനാണ് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാള സാഹിത്യകാരൻ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാള സാഹിത്യകാരൻ EV രാമകൃഷ്ണനാണ്. മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്കാണ് നിരൂപകനും ഗ്രന്ഥകാരനുമായ EV രാമകൃഷ്ണന് പുരസ്കാരം ലഭിച്ചത്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യ മലയാള നോവലാണ് തകഴിയുടെ ചെമ്മീൻ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവസാഹിത്യ പുരസ്കാര ജേതാവ് ഗണേഷ് പുത്തൂരാണ്. 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് M. തോമസ് മാത്യുവിനാണ്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ച മലയാള സാഹിത്യകാരനാണ് EV രാമകൃഷ്ണൻ. മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്കാണ് നിരൂപകനും ഗ്രന്ഥകാരനുമായി EV രാമകൃഷ്ണന് പുരസ്കാരം ലഭിച്ചത്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യ മലയാള നോവൽ തകഴിയുടെ ചെമ്മീനാണ്. അപ്പോൾ തകഴിയുടെ ചെമ്മീനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യ മലയാള നോവൽ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവസാഹിത്യ പുരസ്കാര ജേതാവ് ഗണേഷ് പുത്തൂർ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവസാഹിത്യ പുരസ്കാര ജേതാവ് ഗണേഷ് പുത്തൂരാണ്. 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് M. തോമസ് മാത്യുവിനാണ്. 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് M. തോമസ് മാത്യുവിന്. അടുത്ത ചോദ്യം നോക്കാം. സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യ OTT പ്ലാറ്റ്ഫോം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സി സ്പേസ് ആണ് സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യത്തെ OTT പ്ലാറ്റ്ഫോം. സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യ OTT പ്ലാറ്റ്ഫോം സി സ്പേസ് ആണ്. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി N. കരുണൻ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ഓസ്കാർ അവാർഡ് നേടിയ ലോകത്തെ ആദ്യ സിനിമ കോഡ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള OTT പ്ലാറ്റ്ഫോമാണ് Disney+ Hotstar. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി N. കരുണൻ. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാൻ ഷാജി N. കരുണനാണ്. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ഓസ്കാർ അവാർഡ് നേടിയ ലോകത്തെ ആദ്യ സിനിമയാണ് കോഡ. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ഓസ്കാർ അവാർഡ് നേടിയ ലോകത്തെ ആദ്യ സിനിമ കോഡയാണ്.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള OTT പ്ലാറ്റ്ഫോമാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള OTT പ്ലാറ്റ്ഫോം ഏതാണ്? ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ്. അടുത്ത ചോദ്യം നോക്കാം. 2023 ഫിഫ ക്ലബ് ലോകകപ്പ് കിരീടം നേടിയത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മാഞ്ചസ്റ്റർ സിറ്റി. 2023 ഫിഫ ക്ലബ് ലോകകപ്പ് കിരീടം നേടിയത് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. മാഞ്ചസ്റ്റർ സിറ്റിയാണ് 2023 ഫിഫ ക്ലബ് ലോകകപ്പ് കിരീടം നേടിയത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലൂമിൻസിനെയാണ് ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റി തോൽപ്പിച്ചത്. ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലൂമിൻസിനെയാണ് മാഞ്ചസ്റ്റർ സിറ്റി ഫൈനലിൽ തോൽപ്പിച്ചത്. 2023 ഫിഫ ക്ലബ് ലോകകപ്പിൻ്റെ വേദി ജിദ്ദ, സൗദി അറേബ്യയായിരുന്നു. 2023 ഫിഫ ക്ലബ് ലോകകപ്പിൻ്റെ വേദി സൗദി അറേബ്യയിലെ ജിദ്ദയായിരുന്നു. 2023 ഫിഫ ക്ലബ് ലോകകപ്പിൽ പങ്കെടുത്തത് 7 ടീമുകളാണ് ആകെ. ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലൂമിൻസിനെയാണ് ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റി തോൽപ്പിച്ചത്. 2023 ഫിഫ ക്ലബ് ലോകകപ്പ് വേദി ജിദ്ദ, സൗദി അറേബ്യയായിരുന്നു. 2023 ഫിഫ ക്ലബ് ലോകകപ്പിൽ പങ്കെടുത്തത് 7 ടീമുകളാണ്. അടുത്ത ചോദ്യം നോക്കാം. സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി? ഉത്തരം ഓപ്ഷൻ എ ആണ്, സുജലം. സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി സുജലമാണ്. അപ്പോൾ സുജലം പദ്ധതിയിലൂടെയാണ് സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്നത്. ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി ജി.ആർ. അനിലാണ് ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി. ലിറ്ററിന് 1 രൂപ നിരക്കിൽ കുടിവെള്ളം നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് തീർത്ഥം. ലിറ്ററിന് 1 രൂപ നിരക്കിൽ കുടിവെള്ളം നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് തീർത്ഥം. സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി ജി.ആർ. അനിൽ. ലിറ്ററിന് 1 രൂപ നിരക്കിൽ കുടിവെള്ളം നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് തീർത്ഥം. അടുത്ത ചോദ്യം നോക്കാം. ലോകത്തിലെ ഏറ്റവും മനോഹരമായ വിമാനത്താവളത്തിനുള്ള യുനെസ്കോയുടെ പ്രിക്സ് വെർസൈൽസ് 2023 പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കെംപഗൌഡ രാജ്യാന്തര വിമാനത്താവളം. ലോകത്തിലെ ഏറ്റവും മനോഹരമായ വിമാനത്താവളത്തിനുള്ള യുനെസ്കോയുടെ പ്രിക്സ് വെർസൈൽസ് 2023 പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം കെംപഗൌഡ രാജ്യാന്തര വിമാനത്താവളമാണ്. കെംപഗൌഡ രാജ്യാന്തര വിമാനത്താവളത്തിൻ്റെ 2ാം ടെർമിനലിനാണ് മികച്ച ഇൻറ്റീരിയറിനുള്ള പുരസ്കാരം ലഭിച്ചത്. കെംപഗൌഡ രാജ്യാന്തര വിമാനത്താവളത്തിലെ 2ാമത്തെ ടെർമിനലിനാണ് മികച്ച ഇൻറ്റീരിയറിനുള്ള പുരസ്കാരം ലഭിച്ചത്. ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ വിമാനത്താവളമാണ് കെംപഗൌഡ രാജ്യാന്തര വിമാനത്താവളം. യുനെസ്കോയുടെ പ്രിക്സ് വെർസൈൽസ് 2023 പുരസ്കാരം ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കെംപഗൌഡ രാജ്യാന്തര വിമാനത്താവളം. പൊതു സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ രാജ്യാന്തര വിമാനത്താവളം കൊച്ചി രാജ്യാന്തര വിമാനത്താവളമാണ്. പൊതു സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ രാജ്യാന്തര വിമാനത്താവളം കൊച്ചി രാജ്യാന്തര വിമാനത്താവളമാണ്. യുനെസ്കോയുടെ പ്രിക്സ് വെർസൈൽസ് 2023 പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളമാണ് കെംപഗൌഡ രാജ്യാന്തര വിമാനത്താവളം. കെംപഗൌഡ രാജ്യാന്തര വിമാനത്താവളത്തിൻ്റെ 2ാം ടെർമിനലിനാണ് മികച്ച ഇൻറ്റീരിയറിനുള്ള പുരസ്കാരം ലഭിച്ചത്. ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ വിമാനത്താവളമാണ് കെംപഗൌഡ രാജ്യാന്തര വിമാനത്താവളം. പൊതു സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ രാജ്യാന്തര വിമാനത്താവളം കൊച്ചി രാജ്യാന്തര വിമാനത്താവളമാണ്. അടുത്ത ചോദ്യം നോക്കാം. 2023 ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, INS ഇംഫാൽ. INS ഇംഫാലാണ് 2023 ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ. 2023 ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ INS ഇംഫാലാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏതെങ്കിലും നഗരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ആദ്യ യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏതെങ്കിലും നഗരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ആദ്യ യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ. വിശാഖപട്ടണം ക്ലാസ് സ്റ്റെൽത്ത് ഡിസ്ട്രോയറുകളിൽ മൂന്നാമത്തേതാണ് INS ഇംഫാൽ. വിശാഖപട്ടണം ക്ലാസ് സ്റ്റെൽത്ത് ഡിസ്ട്രോയറുകളിൽ മൂന്നാമത്തേതാണ് INS ഇംഫാൽ. ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാറാണ് ഇന്ത്യൻ നാവികസേനാ മേധാവി. 2023 ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏതെങ്കിലും നഗരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ആദ്യ യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ. വിശാഖപട്ടണം ക്ലാസ് സ്റ്റെൽത്ത് ഡിസ്ട്രോയറുകളിൽ മൂന്നാമത്തേതാണ് INS ഇംഫാൽ. ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാറാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഓൾ.